മിനിസ്റ്റർ വളരെ ആത്മാർത്ഥമായ വളരെ നിരന്തരമായ ഒരു പരിശ്രമം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഈ ദുരന്ത മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്, എല്ലാ തലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ നിൽക്കാൻ കഴിയുക, ഒരു ഘട്ടത്തിൽ ആത്മാർത്ഥമായി കൂടെ നിൽക്കാൻ കഴിയുക എന്നത് വലിയ കാര്യവുമാണ്. മിനിസ്റ്റർ, നമുക്ക് അങ്ങേക്ക് തിരക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഈ മേഖലകളിലേക്ക്, ഓരോ തലങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ദുരന്ത നിവാരണമാണ്. നമ്മളൊരു സമൂഹം എന്ന നിലയിൽ സംവിധാനവും സർക്കാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയ തോതിൽ അവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തേത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുന്ന സമയമാണ് ഇത്. ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഗൗരവതരമായി ചർച്ച ചെയ്തു പോവുകയാണ്. പക്ഷേ ഈ പറയുന്ന സമയം എന്ന് പറയുന്നത് കുറച്ചധികമായിരിക്കും. ഒരു ടൗൺഷിപ്പിൻ്റെയൊക്കെ പൂർണ്ണ നിർമ്മാണം എന്നുള്ളത് പറയുന്നത് അതുവരെ ഈ സ്കൂളുകളിൽ അല്ലെങ്കിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവർക്ക് കാത്തിരിക്കാൻ കഴിയില്ല എന്നത് പ്രധാനമാണ്. സർക്കാരിന് മുന്നിലുള്ളൊരു കർമ്മ പദ്ധതി എന്താണ്? നമ്മളിപ്പോൾ സ്കൂളുകളിൽ പൂർണ്ണമായിട്ടും ദീർഘമായ സമയം ആളുകളെ നമുക്ക് ഈ ക്യാമ്പുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കണം. രണ്ട്, ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവർ അവരുടെ സ്വകാര്യതയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതുകൂടി നമുക്ക് പരിഹരിക്കണം. ഈ രണ്ട് പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന്, സർക്കാർ കെട്ടിടങ്ങൾ, അതായത് PWDയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ക്വാർട്ടേഴ്സുകൾ അത്യാവശ്യം റിപ്പയറിംഗ് നടത്തിക്കൊണ്ട് പ്രവർത്തനക്ഷമമാക്കി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് LSTDയുടെ നേതൃത്വത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളും കണ്ടെത്തുക. ഇതിന് രണ്ടിനും പുറമെ താമസിക്കാൻ വാടകയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആളുകളെ കണ്ടെത്തി വാടക സംവിധാനം ഉറപ്പുവരുത്തുക. ഇതാണ് ഒരു പാക്കേജ്. രണ്ടാമത്തേത്, ഇതിൽ തന്നെ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ പ്രീ ഫാബ് എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള വീട് നിർമ്മാണം, അതായത് തൽക്കാലം ഉപയോഗിക്കാവുന്ന ട്രാൻസിസ്റ്റ് ഹൗസുകൾ, അതിന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ട്. അങ്ങനെയുള്ള ട്രാൻസിസ്റ്റ് ഹൗസുകളും താൽക്കാലികമായ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന സാധ്യത കൂടി പരിശോധിക്കുക. ഇതായിരിക്കും താൽക്കാലിക മാറ്റത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നേരത്തെ മാധുവിടെ പറഞ്ഞതുപോലെ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ, എന്നാൽ എല്ലാവരെയും പങ്കാളികളാക്കി എല്ലാവരോടും ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാശയം, അതാണ് ഒരു ടൗൺഷിപ്പ്. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത് സമഗ്രമായ ഒരു ആശയമാണ്, ഏതെങ്കിലും ഒരു തീരുമാനമല്ല. സമഗ്രമായ ആശയം, ടൗൺഷിപ്പ് എന്ന ആശയം. ആ ടൗൺഷിപ്പ് എന്ന ആശയത്തിൽ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള വീടുകൾ ഉൾപ്പെടെ നമുക്ക് പുനരധിവാസ പാക്കേജിൻ്റെ ഭാഗമായി കൊണ്ടുവരണം. അത് ഇപ്പോൾ ഞങ്ങളൊരു അവസാന തീരുമാനം എടുക്കുകയല്ല, ഞങ്ങളത് ഒരു ധാരണയുണ്ടാക്കാൻ എല്ലാ സാങ്കേതിക വിദഗ്ധരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥലം കണ്ടെത്തുകയും സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം കേൾക്കുകയും ചെയ്തതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മറ്റെല്ലാവരോടും കൂടിയാലോചിച്ച് മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഒരിക്കലും മാറാത്ത വിധത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കേരള മോഡൽ പുനരധിവാസമായി അതിനെ മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള സ്ഥായിയായ നടപടിയും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം തന്നെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഈ ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത്. ഇപ്പോൾ വയനാട്ടിൽ ഈ മുണ്ടക്കൈ മേഖലയിലോ അല്ലെങ്കിൽ ചൂരൽമലയിലോ ഒന്നും നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാൻ കഴിയില്ല. കാരണം ഈ ഏറ്റവും ഒരു റെഡ് സോൺ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊന്നും അത് സാധ്യമാകില്ലല്ലോ. മാത്രമല്ല, ഭൂമിയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിനാണെങ്കിൽ പോലും പലതരം നിയമങ്ങളുണ്ട്. അത്തരം പലതും വേണ്ടി വന്നാൽ നിയമനിർമ്മാണമോ അതല്ല എങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കർമ്മ പദ്ധതിയോ ഒക്കെ സർക്കാർ പല ആശയങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ആലോചിക്കും. അത് സർക്കാരിന്റെ നേതൃത്വത്തിലും സർക്കാരിന്റെ നിയന്ത്രണത്തിലുമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ചട്ടങ്ങളിൽ നിയമങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചട്ടങ്ങളാണ്. മനുഷ്യനാണ് പ്രധാനം. അവന് വേണ്ടി ഉണ്ടാക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളുമാണ്. അത് അവന് വേണ്ടി തന്നെ ഏതെങ്കിലും വിധത്തിൽ മാറ്റം നടത്തണമെങ്കിൽ അതിനൊരു മടിയും ഗവൺമെൻറ്റിന് ഉണ്ടാകില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആശയം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾക്ക് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്ന് 152 ആളുകളുടെ ലിസ്റ്റ് ഞങ്ങൾ ഔപചാരികമായി കാണാത്തവരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. അത് എല്ലാ വിധത്തിലും അവരന്വേഷിക്കുക. എത്ര പേർ ഇനിയും മൃതശരീരങ്ങളായിട്ടോ നേരിട്ടോ നമുക്ക്
കിട്ടാതിരിക്കുന്നുണ്ട് എന്നുള്ളത് ഫൈനലൈസ് ചെയ്യുക, അവസാനഘട്ട തെരച്ചിൽ നടത്തുക, പിന്നെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ ക്യാമ്പിൻ്റെ താൽക്കാലികമായ പുനരധിവാസം ഉറപ്പുവരുത്തുക, അതിനുശേഷമാണ് സ്ഥായിയായ പുനരധിവാസം. മൂന്ന് ചാനലുകളായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. അത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, പുനരധിവാസം എന്നതിലൂടെ കേരള ഗവൺമെൻറ് ഉന്നയിക്കുന്നത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കലേ അല്ല. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക, അവിടെ റോഡ് ഉണ്ടാക്കുക, അവിടെ കെട്ടിടം ഉണ്ടാക്കുക, അവിടെ സ്കൂൾ ഉണ്ടാക്കുക, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണെങ്കിലും സ്ഥായിയായി പുനരധിവാസം കൊണ്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത് കൊടുക്കാനായില്ലെങ്കിലും നഷ്ടപ്പെട്ടവർ ഉള്ളപ്പോൾ എന്താണോ അവർക്ക് ലഭിച്ചിരുന്നത് ആ അവസ്ഥയിലേക്ക് അവർ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു വലിയ ആശയമാണ്. ഇപ്പോഴും അമ്മയെയും അച്ഛനെയും പേര് വിളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അവർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ക്യാമ്പുകളിൽ. 522 കുഞ്ഞുങ്ങൾ നമ്മുടെ ക്യാമ്പുകളിലുണ്ട്. 4 ഗർഭിണിമാർ നമ്മുടെ ക്യാമ്പിലുണ്ട്. അവരുടെയൊക്കെ ലോകത്ത് അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ആദ്യം കണ്ടെത്തുകയും നഷ്ടപ്പെട്ടതെങ്ങനെ അതേ എഫക്റ്റിൽ അതേ സ്വഭാവത്തിൽ അവർക്ക് ലഭ്യമാക്കാം എന്ന് തീരുമാനിക്കുകയും അതിനെ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ പുനരധിവാസ പദ്ധതികളിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം. തൊഴിലും വരുമാനവും ഒരു വലിയ കാര്യമാണ്, പക്ഷേ അത് നമുക്ക് വീണ്ടെടുത്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനു മുൻപ് അടിയന്തരമായി അങ്ങ് റവന്യൂ മിനിസ്റ്റർ കൂടിയാണ്, അങ്ങയുടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാർഷിക ലോണുകൾ, വായ്പകൾ ഒക്കെ ഉള്ള മനുഷ്യരവിടെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ വയനാട്ടിലാണോ, സേഫാണോ, ദുരിതാശ്വാസ ക്യാമ്പിലാണല്ലോ എന്ന് ചോദിച്ചതിന് ശേഷം ചോദിക്കുന്നത് EMI എപ്പോൾ അടയ്ക്കും എന്നുള്ളതാണ് എന്ന്. അതായത് അത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ മൊറട്ടോറിയം ആ ജനതയ്ക്ക് മാത്രമായി, അതല്ല എങ്കിൽ അവരുടെ EMIയുമായി ബന്ധപ്പെട്ട് കൃത്യമായ സന്ദേശം ബാങ്കുകൾക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും നാളെ ചേരുന്ന ക്യാബിനറ്റ് അക്കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ഉന്നയിക്കും. നാളത്തെ ക്യാബിനറ്റിൽ ആ കാര്യത്തെക്കുറിച്ചൊരു പൊതുധാരണയുണ്ടാക്കും. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, ഏതാലോചന നടക്കുന്നതിന് മുമ്പേ ഇത്തരമൊരു ദുരന്ത ഭൂമിയിൽ വന്ന് ഈ ദുരന്തത്തിൽപ്പെട്ട് ജീവിതത്തിൻ്റെ 2 വഴിയും കൂട്ടിമുട്ടിക്കാൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ ഭീഷണി കാണിച്ച് കാശ് പിരിക്കാനുള്ള ശ്രമവും ആര് വന്നാലും ഇവിടെ അത് നടപ്പിലാക്കാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല, അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിന് നിയമവും മറ്റൊന്നും ഒരു തടസ്സമല്ല. അങ്ങനെ ഈ ഒരു ദുരന്ത ഭൂമിയിൽ വന്ന് പണം പിരിക്കാൻ ആര് വന്നാലും ഇത് കേരളമാണെന്ന ധാരണയോടുകൂടി ഈ കാര്യങ്ങളിൽ ഇടപെടണം. മൊറട്ടോറിയത്തിൻ്റെ കാര്യം വളരെ ഗൗരവമായി ഞങ്ങൾ ആലോചിക്കും. ഈ നേരത്ത് മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കലാണ്. ആളുകൾ സഹായം പ്രഖ്യാപിക്കുമ്പോൾ EMIയുടെ കാശ് ഇലക്ട്രിസിറ്റി അവർ ഈ 2 മാസത്തെ പണം അടയ്ക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു. ഓരോരുത്തരും അങ്ങനെ പ്രഖ്യാപിപ്പിച്ച് അവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ കടമെടുത്തിട്ടുണ്ടാകും, ഇല്ലായ്മ കൊണ്ടാണ്. സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാകും, അത് സാധാരണ നിലയിൽ അടയ്ക്കാൻ പറ്റും ജോലി ഉള്ളപ്പോൾ എന്ന് കരുതിയിട്ടാണ്. അത് ഇല്ലാത്തൊരു ഘട്ടത്തിൽ അവരെ കൊണ്ട് പീഡിപ്പിക്കുന്ന വിധത്തിൽ പിരിവ് നടത്താൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നം. ദേശസാൽകൃത ബാങ്കുകളാണെങ്കിൽ സർക്കാരിന് അതിൽ പറയാൻ ഒരു വോയിസ് എങ്കിലും ഉണ്ട്. ഒരു സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, 2 മാസം ഈ ദുരന്തം നടക്കുന്ന ഭൂമിയിൽ വട്ടപ്പലിശക്കാരൻ വന്ന് പണം ചോദിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത് ചോദിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അതൊക്കെ മലയാളിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അത് ചോദിച്ചു നോക്കുമ്പോൾ നന്നായി മനസ്സിലാവും. അതിന് നിയമവും ചട്ടമൊന്നും വേണ്ട. അത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ് മലയാളികൾ. അതങ്ങനെ കൈകാര്യം ചെയ്യുക. അതിൻ്റെ അർത്ഥം കൊടുക്കേണ്ടതില്ല, മേടിച്ച കാശ് തിരിച്ചടക്കേണ്ടതില്ല എന്നല്ല. ഇങ്ങനെ ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോഴല്ല അത് ചോദിക്കേണ്ടത്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ക്യാബിനറ്റിൽ ആലോചിച്ച് ഞങ്ങൾ ചെയ്യുകയും. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതായത് ഈ കാർഷിക വായ്പകൾക്ക് സ്വർണ്ണം ഈട് വെച്ചുകൊണ്ടാണ് പലരും കാർഷിക വായ്പകൾ ഈടാക്കുക അല്ലെങ്കിൽ കാർഷിക വായ്പ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ബാങ്കുകൾക്ക് ഇത് തിരിച്ചടക്കണമെന്നുണ്ടാകില്ല. അതിനേക്കാൾ മൂല്യമുള്ള വസ്തു അവരുടേത് അവിടെയുണ്ട്. അത് അവർക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ആകെ ബാക്കിയുള്ള കരുതലോ ധനമോ ആയിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് ബാങ്കുകാരുമായി, ദേശസാൽകൃത ബാങ്കുമായി സർക്കാർ നേരിട്ട്, ബാങ്കേഴ്സ് സമിതിയുമായി നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അത് ചർച്ചയിലൂടെ തന്നെ ഒരു പൊതുധാരണയുണ്ടാക്കും. നേരത്തെ കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയകാലത്തും ഒക്കെ കേരളം അത്തരം മാതൃകകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആരാണ് വേണ്ടതെങ്കിൽ ചർച്ച ചെയ്ത് അക്കാര്യം നമ്മൾ നടപ്പിലാക്കും. മാധു വട്ടിപ്പലിശക്കാരൻ വന്ന് കൈമെടുക്ക് കാണിച്ചാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിലാണ് ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞത്. മറ്റത് നിയമപരമാണ്. അത് കേരള ഗവൺമെൻറ്റിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ പറ്റാത്ത ബാങ്കുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുമായി ഞങ്ങൾ സംസാരിക്കും. അവരോട് ഞങ്ങൾ ആ വിധത്തിൽ അഭ്യർത്ഥിക്കും. അവരത് കേൾക്കും. കേരളമല്ലേ, അവർ എല്ലാവരും സഹകരിക്കുന്നവരല്ലേ, അവരത് കേൾക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ കാര്യത്തിൽ സർക്കാർ ഇടപെടും. ഒറ്റ കാര്യം കൂടി മിനിസ്റ്റർ, അതായത് കൃഷിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഭൂമി നഷ്ടപ്പെട്ട പ്രശ്നമുണ്ട്. ജോലി നൽകാനുള്ള ഒരു ആഹ്വാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം.
ഞാൻ ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞത് തന്നെ ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ സമയമോ ഞങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാൽ 12 മണിക്കും 1 മണിക്കും 1:30 മണിക്കും ഒക്കെയാണ് ഞങ്ങൾ കയറുന്നത്. കൂട്ടായിരുന്ന് ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. തെരച്ചിലിൻ്റെ ആദ്യഘട്ടമൊന്ന് അവസാനിപ്പിക്കട്ടെ. 176 ശരീരഭാഗങ്ങളും 44 മൃതശരീരങ്ങളും സംസ്കരിച്ച് നിൽക്കുകയാണ് നമ്മൾ. 2-3 ദിവസമായി അതിൻ്റെ പിറകിലാണ്. അതുകൊണ്ട് ഇതൊന്നും ഗൗരവമുള്ളതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഗൗരവമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് കൂടിയാലോചിക്കും. ഒരു കാര്യം ധൈര്യമായിട്ട് കേൾവിക്കാർക്ക് ഉറപ്പ് കൊടുത്തോളൂ, ഒരാളും ഒറ്റപ്പെടില്ല. അനാഥത്വത്തിൽ നിന്നുള്ള സനാഥത്വത്തിലേക്കുള്ള യാത്രയാണിത്. സർക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, സർക്കാർ എന്ന് ഞങ്ങൾ പറയുമ്പോൾ 99 അംഗങ്ങളുടെ സർക്കാരല്ല, 140 MLA-മാരുടെ സർക്കാരിനെ കുറിച്ചാണ്. 3.5 കോടി മനുഷ്യനെ ഒന്നായി കാണുന്ന ഒരു സർക്കാരിനെ കുറിച്ചാണ്. പ്രയോഗം അങ്ങനെയാണെന്ന് മാത്രം. അതുകൊണ്ട് 3.5 കോടി മലയാളിക്ക് വേണ്ടി നിങ്ങൾ ഉറപ്പ് കൊടുക്കുക. ഈ ദുരന്ത ഭൂമിയിൽപ്പെട്ട ഒരാളും അനാഥരാകില്ല. ഒരു പ്രയാസവും തൽക്കാലം അവർ നേരിടേണ്ടി വരില്ല. അത് പരിഹരിക്കാൻ ഞങ്ങൾ എല്ലാ സമയത്തും ഒപ്പം ഉണ്ടാകും. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഇത്രയും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷവും ഒരാൾക്കും ഉണ്ടാകാനില്ല. 10-18 മണിക്കൂർ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് പണിയെടുക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നും ആത്മാർത്ഥതയിൽ നിന്നുമാണ് മന്ത്രി കെ രാജൻ ഈ കാര്യങ്ങൾ ഉറപ്പു നൽകുന്നത് എന്നത് നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. അത് വലിയ സന്തോഷവുമാണ്. ഇന്ന് പോലും ഇതാ നോക്കൂ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ആരാണ് എന്നറിയാത്ത മനുഷ്യർ 22 പേരുടെ ശരീരഭാഗങ്ങൾ, 2 പേരുടെ ശരീരം അങ്ങനെ അടക്കം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുൻപ് മന്ത്രിയോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടേക്ക് ഉള്ള യാത്രയിലായിരുന്നു. അതിനുശേഷമാണ് നമ്മളോട് സംസാരിക്കുന്നത്.